ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ മാജിക് 26 പ്രാക്ടീസാണ് ചെയ്യുന്നത്. മാജിക്കലി ട്രാൻസ്ഫോംസ് മിസ്റ്റേക്സ് ഇൻ ടു ബ്ലെസ്സിങ്സ്. നമ്മുടെ ഓരോ തെറ്റുകളെ നമ്മൾ ബ്ലെസ്സിങ്സിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഓരോ ബ്ലെസ്സിങ്സും ഓർത്തെടുത്ത് എഴുതുക. അത് എഴുതാറുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ്, നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കും. ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം, വലിയ വലിയ തെറ്റുകളായിരിക്കും. ആദ്യം മനസ്സിലാക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ആ തെറ്റുകളിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ പഠിക്കുക. പാഠങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എഗെയിൻ ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് വരും. നമ്മളിങ്ങനെ ലൂപ്പിൽ കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ലൈഫിൽ നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഓരോരോ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ലെസൺസ് എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ലക്ഷറീസ് അനുഭവിച്ച് പോകാനല്ല. കർമ്മ പുതിയത് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഉള്ള കർമ്മത്തെ സെറ്റിൽമെൻറ്റ് ചെയ്യാനാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മാജിക് പ്രാക്ടീസിൽ ഇപ്പോൾ നമ്മൾ വണ്ടി ഓവർ സ്പീഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലീസ് പിടിക്കുകയാണ്, വാണിംഗ് കിട്ടി, നിങ്ങൾ സ്പീഡിലാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ പറയും ഇല്ലല്ലോ ഞാൻ ഓവർ സ്പീഡിലല്ല എന്ന് പറഞ്ഞ് തർക്കിക്കരുത് അവിടെ. അത് നിങ്ങളെയും മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് യൂണിവേഴ്സിൻ്റെ ഒരു അല്ലേ എന്തിനാണ് നിയമങ്ങൾ വെച്ചിട്ടുള്ളത്, നമുക്ക് പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ഓവർ സ്പീഡിൽ പോയിട്ട് വേറെ വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാണ് ദോഷം. ഇപ്പോൾ എത്തോടെ ആക്സിഡൻസാണ് കാണുന്നത് അല്ലേ. ഡിസംബറിൽ ഫുൾ ആക്സിഡൻസ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ എല്ലാവർക്കും ബ്ലെസ്സിങ്സ് കൊടുക്കുക. അതുപോലെ നമ്മളും താങ്ക് യു പറയും, കാരണം നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും താങ്ക് യു പറയുക. എന്ത് കാര്യങ്ങൾ ഇന്നലത്തെ പ്രാക്ടീസ് ആണ് ക്യൂ ദ മാജിക്. നമ്മുടെ ലൈഫിൽ എന്ത് കാണുമ്പോഴും നമ്മൾ താങ്ക് യു നമ്മളോട് ആദ്യം പറയാം. നമ്മൾ ഹെൽത്തിയാണ്, ഒരു ഹെൽത്ത് കണ്ടീഷനിലൊരു പോകുന്ന പേഴ്സണെ കാണുമ്പോൾ നമ്മളെ നോക്കുക, ഐ ആം ഹെൽത്തി, താങ്ക് യു യൂണിവേഴ്സ്, അങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ലൈഫിൽ പറ്റിയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സിനെ എടുത്ത് നിങ്ങൾ തന്നെ ഓർത്തെടുത്തിട്ട് അതിനെ താങ്ക് യു പറയുക. അതിൽ നിന്ന് പഠിച്ച ഓരോ പാഠങ്ങളും എടുത്തിട്ട് താങ്ക് യു ഞാൻ ഈ ഒരു പാഠം ഈ ഒരു പേഴ്സണിൽ നിന്ന് പഠിച്ചതിന് ഒരുപാട് നന്ദി. ആ ഒരു പേഴ്സണോട് നന്ദി പറയും. താങ്ക് യു കാരണം ആ ഒരു പാഠം പഠിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സെൽഫിലേക്ക് വന്നതും ഹീൽ ചെയ്യാൻ തുടങ്ങിയതും ഞാൻ എന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങിയതും. മിക്കവർക്കും ബ്രേക്കപ്പ്സ് കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മളെ കണ്ടുപിടിക്കണം. സെൽഫ് ലവ് ഒക്കെ ഓർമ്മ, അതുവരെ നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല, നമ്മളോട് നമുക്കൊരു വില തന്നെ ഉണ്ടായിരിക്കില്ല. ഒരു ബ്രേക്കപ്പ് കിട്ടുമ്പോൾ ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ വിട്ടു പോകുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. നമുക്കൊരു വിഷൻ വരുമ്പോൾ എനിക്ക് ഗോളുണ്ട്, എനിക്കിതൊക്കെ നേടണം, എനിക്ക് ലൈഫിൽ ഉയർച്ചയിലേക്ക് എത്തണം, ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസി വരും. സെൽഫിൽ ഒരുപാട് കൂടും. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചത് ആ ഒരു പേഴ്സൺ. അപ്പോൾ അവരോട് താങ്ക് യു പറയാം. നമ്മൾ ഇന്ന് എഴുതുക, താങ്ക് യു യൂണിവേഴ്സ്, ഈ ഒരു പേഴ്സണിൻ്റെ ലൈഫിലേക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചതിന് ഒരുപാട് നന്ദി, താങ്ക് യു പറയാം. നിങ്ങളതിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ പഠിക്കണ വരെ ലൈഫിൽ പല രീതിയിലും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മണിയുടെ രൂപത്തിലായിരിക്കാം, പല രീതിയിലും വന്ന് നിങ്ങളെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതാണ് മാജിക്കലി ട്രാൻസ്ഫോംസ് യുവർ മിസ്റ്റേക്സ് ഇൻ ടു ബ്ലെസ്സിങ്സ്. നമ്മൾ മിസ്റ്റേക്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സാണ് വരിക. നമ്മൾ ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്ലെസ്സിങ്സാണ് വരിക. എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരും. ബിക്കോസ് എനർജി, നമ്മൾ പോസിറ്റീവ് വൈബ്രേഷൻസ്. ഇപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ഹീലിംഗ് ഇല്ല, സെക്കൻഡിലും 90 ഡേയ്സ് പ്രോഗ്രാംസ് ചെയ്യാൻ പറയുമ്പോൾ ആ ഒരു സമയത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെല്ല് വരെ ചേഞ്ച് ആവണം, DNA വരെ ചേഞ്ച് ആവും. ബിക്കോസ് ഓരോ ദിവസം പോസിറ്റീവ് അഫോർമേഷൻസും പോസിറ്റീവായിട്ട് നിങ്ങൾ 24 hours ഇരിക്കുമ്പോൾ നിങ്ങളുടെ സെല്ലിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നത്. അത് നിങ്ങൾ DNA ചേഞ്ചസ് വരും. അതാണ് ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ ഒരു ഹെൽത്തി ആയിട്ട് മാറുന്നത്. ബെഡ് റിട്ടൺ ആയിട്ടുള്ള ആൾക്കാർ പോലും നടന്നോടി നടന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്താഗതിയാണ്. നിങ്ങൾ വിശ്വസിച്ച് ട്രസ്റ്റോടെ നിങ്ങൾക്ക് ലൈഫ് മാറണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസസ് ചെയ്തേ പറ്റൂ. വേറെ ഒരു രീതിയും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരാൾക്ക് വന്നിട്ടും മാറ്റി തരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ചെയ്യുന്ന സെൽഫ് വർക്ക് നിങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇന്ന് എന്തൊക്കെ മിസ്റ്റേക്സാണ് ഇന്നെന്നല്ല, നമ്മൾ ഇതുവരെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഹേർട്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ സോറി, നിങ്ങൾക്ക് വേണ്ടി ഹോപ്പ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യാം. സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നും പറയാം. കൂടെ താങ്ക് യു. ആ ഒരു പാഠം എന്നെ പഠിപ്പിച്ച ആ വ്യക്തിയുടെ ഒരുപാട് നന്ദി. അതിലൂടെ എനിക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, വിസ്ഡംസ് ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു എന്ന് പറയുക. ആ ഒരു പേഴ്സൺ നേരിട്ട് വിളിച്ച് പറയണമെന്നില്ല. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എഴുതുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിൽ എന്നും എഴുതുക. ബ്ലെസ്സിങ്സ് എഴുതാൻ കൂടെ ഓരോ ടാസ്കുകളും നിങ്ങൾ എഴുതുമ്പോൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് ഹീലിംഗ് നടക്കും. അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. സ്കൂളിലൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്നത് എന്തുകൊണ്ടാണ്, പെട്ടെന്ന് സബ് കോൺഷ്യസ്ലിക്ക് എത്താനും ഓർമ്മ വരും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കണ്ടിന്യൂസ്ലി നമ്മൾ കൈ ഇങ്ങനെ എഴുതി പോകും നമ്മൾ ഓർത്തില്ലെങ്കിൽ. അതാണ് സബ് കോൺഷ്യസ് ഹീലിങ്ങിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ സബ് കോൺഷ്യസ്ലിയാണ് ഹീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരും, പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പേടിക്കാനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിനും പേടിയാണ്, നിങ്ങൾക്ക് പേടിച്ച് ജീവിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ ബ്ലെസ്സിങ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, പോസിറ്റിവിറ്റിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, ഹാപ്പിനെസ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, എനിക്ക് വളരണം, എനിക്ക് ഉയരണം എന്നുള്ള ചിന്തയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരും. ട്രസ്റ്റ് മീ, എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. നമുക്ക് വളരണം, എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും എന്നിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നത്. അതിനു വേണ്ടി ഓരോരുത്തർ നിയമിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഈഗോൻ്റെ ബേസിൽ നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈഗോ ആണ്, എൻ്റെ ഈഗോ അത് എനിക്ക് വേണ്ടാത്തതാണ്, ഈഗോ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ഈഗോനെ കളഞ്ഞിട്ട് നിങ്ങൾ അവരോട് താങ്ക് യു പറയുക. താങ്ക് യു എന്നുള്ള മാജിക്കൽ വേർഡ് നിങ്ങൾ പറയുക, എഴുതുക. ഓക്കെ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഓരോ ഇന്ന് മിസ്റ്റേക്സിന് വേണ്ടിയുള്ള ദിവസമാണ്. ഇരുന്ന് ചിന്തിച്ച് എല്ലാ മിസ്റ്റേക്സ് നിങ്ങൾ എഴുതിയിട്ട് താങ്ക് യു പറയുന്നത് അതിൻ്റെ ബ്ലെസ്സിങ്സിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. ലൈഫിൽ കിട്ടിയ ഓരോ വേദനകളും, ഹെൽത്ത് കണ്ടീഷൻസ് വന്നു, അതെന്തെങ്കിലും കർമ്മയാണ്, ഹെൽത്ത് കർമ്മയാണ്. അത് നിങ്ങൾ ആരെങ്കിലും ചീത്ത പറയുക അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നിടത്ത് കൊടുക്കാതെ പിഷ്കം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയും വരും. മനസ്സിലായോ? എല്ലാം കർമ്മയാണ്. കർമ്മ ഹെൽത്തായിട്ട് വരും. ആക്സിഡൻസ് വരുന്നതും കർമ്മയാണ്. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ആക്സിഡൻറ്റ്സ് വരുന്നവർ ഓരോ പാവമായിരുന്നു, പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വൈബ്രേഷൻസ് ചിലപ്പോൾ എപ്പോഴും നെഗറ്റീവ്, അവർക്ക് പേടിക്കുന്നതായിട്ടുള്ള വൈബ്രേഷൻസ് ആയിരിക്കും. അതാണ് അവർ പെട്ടെന്ന് അട്രാക്ട് ചെയ്തെടുക്കുന്നത്. ആൻഡ് ദെയർ കർമ്മ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. കാരണം നമ്മൾ ലൈഫ് അൺസർട്ടൈൻ ആണ്, നാളെ ഉണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ന് വരെ ഈ മൊമെൻറ്റ് വരെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മൊമെൻറ്റിൽ നിങ്ങൾ താങ്ക് യു പറയുക യൂണിവേഴ്സിനോട്. നമ്മുടെ മക്കളും ഹസ്ബൻഡും എല്ലാവരും ട്രാവൽ ചെയ്യുന്നവരും പുറത്ത് പോകുന്നവരൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ബ്ലെസ്സിങ്സ് സെൻഡ് ചെയ്യുക, നിങ്ങൾക്കും ബ്ലെസ്സിങ്സ് കൊടുക്കുക. മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുക. തെറ്റ് പറ്റാത്തവരാരുമില്ല, തെറ്റ് പറ്റും അല്ലേ? അത് അഡ്മിറ്റ് ചെയ്യുന്നിടത്താണ് നമ്മുടെ ആ ഒരു കഴിവ്. എന്താ പറയുക, നല്ല വയസ്സായിട്ടുള്ള ആൾക്കാർ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവർ സമ്മതിക്കും, സോറി കേട്ടോ, എന്നെ കൊണ്ട് പറ്റിയ തെറ്റ് ഞാൻ സോറി എന്ന് പറയും. അല്ലാത്ത കുറച്ച് ഈഗോയുള്ള ആൾക്കാർ സമ്മതിച്ച് കൊടുക്കില്ല. ശരിക്കും അവരോട് സമ്മതിച്ച് കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഹീലാവുകയാണ്. മറ്റവർ സമ്മതിച്ച് കൊടുക്കാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ സെല്ലിലാണ് ആ എനർജി പോയിട്ട് ആ ഒരു പേടി അല്ലെങ്കിൽ ആ ടെൻഷൻ എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹെൽത്ത് കണ്ടീഷനിലേക്കാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അറിയാതെ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ തന്നെയാണ് കാരണക്കാരനാകുന്നത്. മിക്ക സ്ഥലത്തും നോക്കി നോക്കൂ കേട്ടോ, നിങ്ങൾ ഇന്ന് ഇരുന്നിട്ട് ചിന്തിച്ച് നോക്കും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ മിസ്റ്റേക്സും ബ്ലെസ്സിങ്സിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇരുന്ന് എത്ര ബ്ലെസ്സിങ്സ് ആണ്, എത്ര മിസ്റ്റേക്സ് ആണോ ചെയ്തതെങ്കിൽ അതിനൊക്കെ പോസിറ്റീവായിട്ട് എഴുതുക. യൂണിവേഴ്സ്, എനിക്ക് മേ ബി നിങ്ങളെ കയ്യിൽ വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റ് പറ്റിയിട്ടുണ്ട്, അറിയാതെ ശ്രദ്ധിക്കാതെ വണ്ടി ഇടിച്ചിട്ടതിന് സോറി, എന്നോട് ക്ഷമിക്കുക, താങ്ക് യു പറയുന്നവർ ക്ഷമിച്ചതിനാണ് താങ്ക് യു പറയുന്നത്, അല്ല വണ്ടി ഇടിച്ചതിന് നന്ദി പറയുന്നതല്ല. അതിലൂടെ നിങ്ങളൊരു പാഠം പഠിച്ചു, അതിനും കൂടിയാണ് താങ്ക് യു നമ്മൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മിസ്റ്റേക്സ് ആണെങ്കിൽ അത്രയും നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ ബ്ലെസ്സിങ്സ് എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് കണ്ടിട്ട് എഴുതുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ കയ്യിൽ മാജിക് റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു, എന്തും മാജിക് റോക്കിന് നോക്കി താങ്ക് യു പറയുക. വൈബ്രേഷൻസ് കൊടുക്കുക, എപ്പോഴും നിങ്ങളെ കൂടെ വെക്കുക. അതാണ് നിങ്ങളുടെ മാജിക്കൽ വാണ്ട് പോലെയാണ്. പിന്നെ മാജിക്കൽ ഡസ്റ്റിൻ്റെ പ്രാക്ടീസ് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. എന്ത് സിറ്റുവേഷന് പോസിറ്റീവ് ആക്കാൻ മാജിക്കൽ വാണ്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ മാജിക്കൽ പൊടി നിങ്ങൾക്ക് സിറ്റുവേഷനെ ഫേവർ ആക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യണം, എല്ലാവരും ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, 2025 ആവാനായി. ഇനി 2 പ്രാക്ടീസിലൂടെ ശേഷം നമുക്ക് മാജിക്കൽ 28 ഡേ കഴിയുകയാണ് കേട്ടോ. എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഒരുപാട് നാൾ പോലെ ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതും ഫ്രീ ആയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ആ ബോധ്യത്തിൽ നിങ്ങൾക്ക് എത്തുക, മനസ്സിലാക്കുക, ഹീൽ ചെയ്യുക കേട്ടോ. ഇനിയും നെഗറ്റീവ് എനർജിയിൽ ഇരിക്കാതെ വളരുക. ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് നെക്സ്റ്റ് പ്രാക്ടീസായിട്ട് കാണാം. മാജിക് മിററാണ്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. ഇതുവരെ പ്രാക്ടീസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ തോന്നട്ടെ. എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സും എല്ലാ ഉയർച്ചയും നിങ്ങൾ ലൈഫിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. താങ്ക് യു. നിങ്ങൾക്ക് ടാരോ കോഴ്സ് പഠിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ടാരോ കോഴ്സ് നമുക്ക് ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നു, ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണോ? അങ്ങനെയല്ല, നോട്ട്സ് ആയിട്ട് തന്നെയാണ്, റെക്കോർഡ് സെഷൻസ് ആണ്. ടെലഗ്രാമിലാണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. 78 കാർഡ്സിൻ്റെ നോട്ട്സ് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് വോയിസ് നോട്ട്സ് ആയിരിക്കും.
അതിന് ഫീസ് ഉണ്ട്. പിന്നെ 1 മന്ത് വരെ കോഴ്സ്, അതിന് ശേഷം 2 മന്ത്സ് കൂടി എക്സ്ട്രാ തരുന്നുണ്ട് നിങ്ങൾക്ക് പഠിച്ച് ഒന്നുകൂടി എന്താ പറയുക, ഒരു റൗണ്ട് 2 റൗണ്ട്സൊക്കെ ഒന്നുകൂടി പഠിച്ച് വരാൻ വേണ്ടിയിട്ട് പ്രാക്ടീസിന്. അതിനുശേഷം 10 ഡേയ്സിന് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 1 ലെവൽ 2 ഉണ്ട്. ലെവൽ 1 ലെവൽ 2 നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ അലൈൻമെൻറ്റിലേക്ക് എത്തിക്കാനും വൈബ്രേഷൻ ഉയർത്താനും മണി ചെക്ക് ടെക്നിക്സ് ഒക്കെ വെച്ച് നിങ്ങൾ ഹീൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മെൻ്റലി നിങ്ങളെ കൊണ്ട് മണി ചെക്ക് ചെയ്യിപ്പിക്കുകയാണ്. കൂടെ അതിൽ യൂണിവേഴ്സൽ സൈനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻ്റ് ആയിട്ട് അസുഖമായിട്ടോ അല്ലെങ്കിൽ ചക്രാസ് അലൈൻഡ് അല്ല, അപ്പോൾ നിങ്ങൾക്ക് ചക്രാസിനെ കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുപോയി ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എത്ര അകലെയാണെങ്കിലും നമുക്ക് ആ വ്യക്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അവരുടെ ഫോട്ടോ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന സോൾ പർപ്പസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. താങ്ക് യു. സീ യു.